ഇന്ത്യക്കാർക്ക് വീണ്ടും അമേരിക്കയിൽ നിന്ന് അത്ര നല്ലതല്ലാത്ത അല്ലെങ്കിൽ ശുഭകരമല്ലാത്ത ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അമേരിക്കയിലുള്ള ഇന്ത്യക്കാർ അമേരിക്കയിൽ നിന്ന് കുടിയിറങ്ങേണ്ടി വരുമോ എന്നുള്ളതാണ് ആ വാർത്തയുടെ സാരാംശം എന്ന് പറയുന്നത്. ഈ വാർത്തയ്ക്ക് ആധാരമായിട്ടുള്ളത് ട്രംപ് കൊണ്ടുവരുന്ന ഒരു ബില്ലാണ്. ഈ ബില്ല് ട്രംപ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ US-ലുള്ള ഏകദേശം 3 ലക്ഷം ഇന്ത്യക്കാർ അപകടത്തിൽപ്പെടും എന്നുള്ളതാണ്. ഈ 3 ലക്ഷം ഇന്ത്യക്കാർക്ക് ഭീഷണിയായിട്ടാണ് ഈ പുതിയ ബില്ല് വരുന്നത് എന്നുള്ളതാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ കൂട്ട നാടുകടത്തൽ ഉൾപ്പെടെയുള്ള നിരവധി കുടിയേറ്റ വിരുദ്ധ നീക്കങ്ങൾക്കിടയിലാണ് ബില്ല് അവതരിപ്പിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. ഇന്ത്യ ഉൾപ്പെടെ അമേരിക്കയിലേക്ക് പഠിക്കാൻ പോകുന്ന സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് STEM വിദ്യാർത്ഥികൾക്ക് മോശം വാർത്തയാണിത്. പഠനം പൂർത്തിയാക്കിയാലുടൻ രാജ്യം വിടണം എന്നുള്ളതാണ് ഈ ബില്ലിന്റെ പ്രധാനപ്പെട്ട സവിശേഷത. ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് OPT വർക്ക് അംഗീകാരം അവസാനിപ്പിക്കുന്നതായി കോൺഗ്രസിൽ അടുത്തിടെ അവതരിപ്പിച്ച ബില്ലിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് വലിയ ഭീഷണിയാണ് അമേരിക്ക ഉയർത്തുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായി. ട്രംപ് ഭരണകൂടത്തിന്റെ കൂട്ട നാടുകടത്തലുകളും ഉൾപ്പെടുന്ന നിരവധി കുടിയേറ്റ വിരുദ്ധ നീക്കങ്ങൾക്കിടയിലാണ് ഈ ബില്ല് അവതരിപ്പിച്ചത് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. US-ലെ നിലവിലുള്ള F1 M1 വിസ ഉടമകളിലെ സമീപകാല മാറ്റങ്ങൾ ഗണ്യമായ ഉത്കണ്ഠയാണ് അവിടെയുള്ള വിദേശീയരിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യക്കാരിൽ H1B വിസകൾ നേടാൻ അനുവദിക്കുന്ന തൊഴിൽ പലരും സജീവമായി തേടുന്നുണ്ട്. സാധാരണയായി പ്രധാന US ഇന്ത്യൻ ടെക് സ്ഥാപനങ്ങൾ സ്പോൺസർ ചെയ്യുന്ന വിസ ാണിത്. 2023-24 അധ്യയന വർഷത്തിൽ 3 ലക്ഷത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ US-ൽ പഠിക്കുന്നുണ്ടെന്നും അവരിൽ ഒരു പ്രധാന വിഭാഗം ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് OPT അർഹരാണെന്നും ഓപ്പൺ ഡോഴ്സ് 2024 റിപ്പോർട്ട് ഈ അടിയന്തരാവസ്ഥയെ അടിവരയിട്ട് പറയുന്നുണ്ട്. ഫ്ലോറിഡ ആസ്ഥാനമാക്കിയുള്ള ഇമിഗ്രേഷൻ നിയമസ്ഥാപനമായിട്ടുള്ള ലോക്വസ്റ്റിലെ പൂർവി ചൊത്താനി പറയുന്നതനുസരിച്ച് OPT വിദ്യാർത്ഥികൾക്ക് ബിരുദം നേടിയ ശേഷം 1 വർഷത്തേക്ക് US-ൽ അവിടെ താമസിച്ച് ജോലി കണ്ടെത്താനായി ഉള്ള ഓപ്ഷൻ ഉണ്ട്. കൂടാതെ നിങ്ങളുടെ STEM ബിരുദധാരിയാണെങ്കിൽ യോഗ്യതയുള്ള ഒരു US തൊഴിലുടമയ്ക്കൊപ്പം ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ 2 വർഷത്തേക്ക് കൂടി US-ൽ നിൽക്കാവുന്നതാണ്. ബില്ല് പാസ്സായാൽ മറ്റൊരു വർക്ക് വിസയിലേക്ക് മാറാനുള്ള ഓപ്ഷൻ ഇല്ലാതെ തന്നെ OPT പെട്ടെന്ന് ക്യാൻസൽ ചെയ്യപ്പെടും. വിദ്യാർത്ഥികൾക്ക് ഉടൻ തന്നെ US വിടേണ്ടി വന്നേക്കാം എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലവിൽ STEM ബിരുദധാരികളല്ലാത്തവർ പഠനം പൂർത്തിയാക്കി 1 വർഷത്തിനകം രാജ്യം വിടേണ്ടതുണ്ട്. OPT വിസ കൈവശമുള്ള വ്യക്തികൾ അവരുടെ ലോട്ടറി എൻട്രി വിജയകരമാണെങ്കിൽ H1B വിസ അപേക്ഷ വേഗത്തിലാക്കണം, അല്ലെങ്കിൽ വിദേശത്ത് തൊഴിലവസരങ്ങൾ തേടണം. കൂടാതെ UK-ലേതിന് സമാനമായ ബിരുദാനന്തര പുറപ്പെടൽ ആവശ്യകതകൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കണം എന്നുള്ളതാണ് ഇതിലെ മറ്റു സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.